ഹായ് ഓൾ, വെൽക്കം ടു യുഎസ്. CMA ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം പാർട്ട് 1, പാർട്ട് 2 കംപ്ലീറ്റ് ആയി. വിദ്യാർത്ഥികൾ CMA ഇന്ത്യയുടെ ആ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തിട്ടുള്ള കമന്റുകൾക്കുള്ള ഒരുപാട് മറുപടികളാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസും ഗൈഡൻസും അതുമായി ബന്ധപ്പെട്ട് കരിയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗ്രോത്തുകൾ വേണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാനുള്ളത് CMA ജാബിർ സാറും അതുപോലെ തന്നെ അസർ സാറുമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ക്വസ്റ്റ്യൻസുകൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, കുറച്ച് കമന്റുകൾ. അതിൽ ഒന്നാമത്തെ കമന്റ് എന്ന് പറയുന്നത് CMA ഇന്റർ പാസ് ആയാൽ എത്ര സാലറി കിട്ടും? അതായത് പകുതിയിൽ തന്നെ കംപ്ലീറ്റ് ആയാൽ CMA ഫൈനൽ കംപ്ലീറ്റ് ആവാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക ഒരവസ്ഥ വന്നു. CMA ഇന്റർ മാത്രം ക്വാളിഫൈഡ് ആയാൽ എത്ര സാലറി വരെ കിട്ടും? CMA ഇന്റർ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാല് ആ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് എന്തുണ്ടാവില്ല, ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് വേണ്ട എന്താണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു CMA ഫേമിൽ വർക്ക് ചെയ്ത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണം. അങ്ങനെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 25-30 ആവറേജ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സാലറി കിട്ടാൻ. അതല്ലാതെ CMA ഇന്റർ ക്വാളിഫൈ ചെയ്തു ജസ്റ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ സാലറി കിട്ടില്ല. കാരണം ഒരു ട്രെയിനിങ് ഇല്ല, ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് CMA ഇന്റർ കഴിഞ്ഞാലാണല്ലോ ശരിക്കും ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ CMA ഇന്ത്യയുടെ ഇന്റേൺഷിപ്പ് എത്ര ടൈമാണ്? 15 മന്താണ് കമ്പൽസറി. ബട്ട് 3 ഇയർ വേണം നമുക്ക് എന്ത് കിട്ടാൻ, മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 3 വർഷമൊക്കെ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് തന്നെയാണ് ശരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ജോബ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ CMA ഇന്റർ പ്ലസ് ഒരു 2 വർഷം മിനിമം എന്ത് ചെയ്യുക, ട്രെയിനിങ് ചെയ്ത ശേഷം ഒരു ജോലിക്ക് അപേക്ഷിക്കുക. അപ്പൊ 25-30 മിനിമം സ്റ്റാർട്ടിംഗ് എന്ത് ചെയ്യും, ഇന്ത്യയിൽ കിട്ടും അല്ലെ? ഇന്ത്യയിലെ സാലറി അല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. അത് ഗൾഫ് കൺട്രീസിലൊക്കെ പോകുവാണെങ്കിൽ മിനിമം ഒരു അതായത് ഒരു 40,000 മുകളിൽ 40-50,000 മുകളിൽ എന്ത് ചെയ്യും, ദുബായിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇതിപ്പോ ഈ 15 മാസം കഴിഞ്ഞവർക്കുള്ള കാര്യമാണ് പറയുന്നത്. ഒരു 2 ഇയർ അറ്റ്ലീസ്റ്റ് ഒരു 2 ഇയർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഒരു പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെ ഒരു നമ്മൾ എവിടെയും കയറി ചെല്ലുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ഓക്കെ, ദെൻ CMA പാസ് ആയാൽ ജോബ് 100% ഉറപ്പാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉറപ്പാണ് അല്ലെ? അത് എന്റെ അഭിപ്രായം ഉറപ്പാണ്, 100% ഉറപ്പാണ്. CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, ഇത്തരം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളാണ്. കൊമേഴ്സ് രംഗത്തെ ഏറ്റവും നമ്പർ 1 പ്രൊഫഷണൽ കോഴ്സുകളാണ്. സോ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി 100% ഉറപ്പാണ്. സോ CMA ഫൈനൽ കംപ്ലീറ്റ് ചെയ്തു, ട്രെയിനിങ് കഴിഞ്ഞ ഒരാളെ നോർമലി ഒരു ഇന്ത്യയിലൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി എത്ര കിട്ടും? ഒരു 60-70K മിനിമം എന്തായാലും നമുക്ക് ആവറേജ് ഒരു സാലറി ഇന്ത്യയിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. ഗൾഫ് കൺട്രിയിലോട്ട് പോകുമ്പോൾ എത്ര കിട്ടാറുണ്ട്? ഒരു 4.5-5K 4-5K ഒക്കെ നമുക്ക്, അതായത് 70-80 റേഞ്ച്, ഒരു 90 റേഞ്ചിലേക്കൊക്കെ നമ്മുടെ സാലറി എന്ത് ചെയ്യും ഗൾഫ് കൺട്രീസിൽ. CMA ഫൈനലി ക്വാളിഫൈ ചെയ്ത് ട്രെയിനിങ്ങും കഴിഞ്ഞ ഒരാളുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ക്വാളിഫൈ ചെയ്ത ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CMAക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്താണ്? ആക്ച്വലി അവർ ചെയ്യുന്ന ജോലി ചിലപ്പോൾ അക്കൗണ്ട്സിലും ഫൈനാൻസിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ CMA എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഇറങ്ങുന്ന ഒരാൾ മെയിൻ കോർ ഏരിയ എവിടെ ഫോക്കസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ്. അത് ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളേക്കാണ്? മാനുഫാക്ചറിംഗ് കമ്പനീസ് അതേപോലെ സർവീസ് കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോസ്റ്റിംഗ് അഥവാ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അതിന്റെ കൺട്രോൾ, അതിന്റെ വേരിയൻസ് അനാലിസിസ്, ഇങ്ങനത്തെ ഒക്കെ ഏരിയയിലാണ് മെയിൻ ആയിട്ട് എന്ത് വരിക ജോബ്. പിന്നെ ബഡ്ജറ്റിംഗ് അല്ലേ, അടുത്ത 6 മാസം നമ്മുടെ കമ്പനി എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള ബഡ്ജറ്റിംഗ് ഉണ്ടാക്കാം. നമ്മളൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഈ ഒരു ഫോൺ ആണെങ്കിൽ ഈ ഫോൺ ഫൈനലി എത്ര പ്രൈസിന് കോസ്റ്റ് വരും, എത്ര പ്രൈസിന് വിൽക്കാം എന്ന് വരെ ഒരു പക്ഷേ തീരുമാനിക്കുന്ന തരത്തിൽ ഇടപെടുന്നത് CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അതാണ് യഥാർത്ഥത്തിൽ CMA ആൾക്കാരുടെ ജോലി എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ചോദ്യം പറയുന്നത് ശരിക്കും CMAക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. എത്ര വയസ്സുള്ളവർക്കും CMA എന്ത് ചെയ്യാം, പഠിക്കാനും പറ്റും. അതായത് ഇത്ര ടൈമിനുള്ളിൽ പാസ് ആവണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. 8 വർഷം കഴിയുന്ന സമയത്ത് ഈ രജിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പുതുക്കണം. വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് ഒന്നും കൂടി പുതുക്കണം എന്നുള്ളൂ. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ CMAക്ക് സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. അതിന്റെ ഓതറൈസ്ഡ് സെന്റേഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എന്തുണ്ട്, സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും സ്കോളർഷിപ്പ് ഉണ്ട്. എത്രയൊക്കെ എമൗണ്ട് സ്കോളർഷിപ്പ് കിട്ടും? സെൻട്രൽ ഗവൺമെന്റിന് 25K ആയിരുന്നു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നത്. 25,000 സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടും. 25,000 ഒരു വർഷം കിട്ടും. ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യും, 3 വർഷം വരെ 25,000 സ്കോളർഷിപ്പ് കിട്ടും. അതന്നെ വലിയൊരു ഉപകാരമാണ് അല്ലേ? CAക്കാർക്ക് ശരിക്കും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ചാപ്റ്റേഴ്സിൽ പഠിക്കുന്ന ചാപ്റ്ററിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും കിട്ടുന്നത് തോന്നുന്നു. കാരണം അല്ല, CAക്കും അങ്ങനെ തന്നെയാണ് കിട്ടും. പക്ഷേ ഓതറൈസ്ഡ് ആയിട്ടുള്ള അവരുടെ പല രജിസ്ട്രേഷൻ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൊക്കെ
രജിസ്റ്റേർഡ് ആയിരിക്കണം. സൈൻ മതി. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈനലി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ചോദ്യമാണ്, എന്നാൽ പോലും ഒന്ന് ചോദിക്കാന്ന് മാത്രം. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം OMR ആണല്ലോ ഫൗണ്ടേഷൻ ലെവലൊക്കെ ഉള്ളത്. അപ്പോൾ ആ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. അതായത് നമുക്ക് 100% 200 മാർക്ക് അറ്റൻഡ് ചെയ്താൽ നമ്മൾ ജസ്റ്റ് ഗസ് അടിച്ച് കുത്തിയാൽ പോലും ചിലപ്പോൾ ശരിയാണെങ്കിൽ മാർക്ക് കിട്ടും. 400 മാർക്കിന്റെ എക്സാം ആണ് നടക്കുന്നത്. ഒരു സബ്ജക്റ്റിന് 100 മാർക്ക് വെച്ചിട്ട്, പക്ഷെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കിന്റെ രീതിയിലേക്കാണ് കിട്ടുന്നുണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് CMA ഫൗണ്ടേഷൻ കുറച്ചും കൂടി ഈസി ആയി തോന്നാൻ കാരണം. ഇനി +2 കഴിഞ്ഞ് CMA ക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്നാണ് രജിസ്ട്രേഷൻ ടൈം ഉണ്ടാവുക? January 31st ആണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ഒരു 10 days 15 days എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഇപ്പൊ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പൊ +2 കയറിയ ഒരു അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിയാണെങ്കിൽ അടുത്ത ജനുവരി 2025 ജനുവരിക്ക് മുന്നേ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്താലേ ജൂണിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. എക്സാം അതായത് ഏപ്രിൽ എക്സാം കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? ജൂണിൽ എഴുതാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രജിസ്ട്രേഷൻ ടൈം ജൂൺ ആണ് തോന്നുന്നു. ജൂൺ അല്ല, ഓഗസ്റ്റിന് മുന്നായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസംബറിൽ എക്സാം എഴുതാം. ഓക്കെ, ആ തരത്തിലാണ് രജിസ്ട്രേഷൻ ടൈമുകൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഓഗസ്റ്റിന് മുന്നേ CMA ഇന്ത്യക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ഡിസംബറിൽ എന്ത് ചെയ്യാം? എക്സാം എഴുതാന്നുള്ളതാണ്. ഫൈനലി ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, CMA ഇന്ത്യ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള ലെവലിൽ എന്തായിരിക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്? പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മള് സാറ് നേരത്തെ പറഞ്ഞു ഓൾറെഡി 100% നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ബട്ട് എന്താണ്, ആ 100% പ്ലേസ്മെന്റ് കിട്ടുന്നതിന് നിങ്ങൾ നല്ല എഫേർട്ട് ഇടണം. നമ്മൾ CA CMA നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ CMA സിമ്പിളും CA ഭയങ്കര ടഫ് എന്നുള്ള ലെവലിലാണ് എപ്പോഴും കേൾക്കാറുള്ളത്. ബട്ട് CMA ഇന്റർ CMA ഫൈനലൊക്കെ എത്തുമ്പോൾ ഏകദേശം CAക്ക് പഠിക്കുന്ന അതേ എഫേർട്ട് നിങ്ങൾ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്ലേസ്മെന്റ് കിട്ടുന്നു, 100% പ്ലേസ്മെന്റ് കിട്ടുന്നു എന്ന് മാത്രം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? CMA സെലക്ട് ചെയ്യരുത്. അതിന് പിന്നെയുള്ള ഒരു എഫേർട്ടും കൂടെ കണ്ടിട്ട് വേണം എന്താണ്. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? CA ടഫാണ്, അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. എന്താ CMAക്ക് പോവാം. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പക്ക മാർക്കറ്റിംഗ് ആണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് മുതലെടുത്തിട്ട് CMA സിമ്പിൾ ആണ്. CA നെ കുറിച്ച് പല സ്കൂളുകളും പറഞ്ഞു കൊടുക്കണേ ഇല്ല. അവർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇവർ പറഞ്ഞ കാര്യം എന്താ? CA ഭയങ്കര ടഫ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CMA. കൊമേഴ്സിലുള്ള കുട്ടികളെ എസ്പെഷ്യലി CMAക്ക് വരികയാണ് ഏറ്റവും നല്ലത്. സയൻസിലുള്ള കുട്ടികളെ CAക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ട്രെൻഡ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്നുണ്ട്. ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ലക്ഷ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം CAയും CMAയും ഒരു ഫൗണ്ടേഷൻ ലെവൽ ഒഴികെ ബാക്കി 2 ലെവലുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു ടഫ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് CAക്ക് കമ്പയർ ചെയ്യുമ്പോൾ ആ ഓൾ ഇന്ത്യ കോമ്പറ്റീറ്റീവ് ലെവൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി കടുപ്പാണെന്ന് മാത്രം. ക്വസ്റ്റ്യൻസിന്റെ ചോദിക്കുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, അല്ലെങ്കിൽ ആ ഒരു പെർസെന്റേജ് ഓഫ് റിസൾട്ട്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പൊ CMA ഇന്ത്യന്റെ റിസൾട്ട് കുറച്ചു തുടങ്ങി, വളരെയധികം കുറച്ചു തുടങ്ങി. പാസ്സാവുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അത് ശരിക്കും പറഞ്ഞു ആരും അറിയാത്തതിന്റെ ഒരു കാരണം CMA ഫൗണ്ടേഷന് കുട്ടികൾ അടിച്ചാർത്ത് വരികയാണ്. ഒരു സെന്ററിൽ ഒരു ക്ലാസ്സിൽ 100-ലധികം വിദ്യാർത്ഥികളാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം 300-400 വിദ്യാർത്ഥികൾ CMA ഫൗണ്ടേഷന് പഠിക്കുക. അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CMA ഇന്റർ പാസ് ആവുന്ന കുട്ടികളുടെ എണ്ണം എത്ര? അതേ കുട്ടികളെ ശരിക്കും എന്ത് ചെയ്യണം അറിയാം? സ്പ്രെഡ് ആകണം. ഈ കുട്ടികൾ ഇതിന് തുനിഞ്ഞിറങ്ങണം. ഇന്റർവ്യൂ ഇത്രയും റിസൾട്ട് ഉണ്ടാവുന്ന തരത്തിലേക്ക് ഇവരെ കോച്ചിങ് കൊടുക്കണം എന്ന് വാശി പിടിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രഷർ വരും. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും? ഇതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും, റിസൾട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ഇപ്പൊ CAയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, കേരളത്തിലെ ഏറ്റവും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒന്നാണ് നമ്മളെ ഈഗിൾസ് എന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ CAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈഗിൾസ് എന്ന് പറഞ്ഞത്. എന്നിട്ട് പോലും CMA കുറിച്ച് സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത്രയും സൂക്ഷിച്ച് നമ്മൾ എടുക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? CA ടഫാണെന്ന് പറഞ്ഞിട്ട് വന്നൊരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് CMAക്ക് ഉള്ളത്. ആ ഒരു ചിന്ത ഉണ്ടല്ലോ, CMAക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും ഡെഡിക്കേറ്റ് ചെയ്യാനും പഠിക്കാനും ഇത്ര കഷ്ടപ്പെടാനുള്ള ഒരു മൈൻഡ് സെറ്റ് കുറക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റാണ് ശരിക്കും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരാൻ അല്ലെങ്കിൽ അവരങ്ങനെ മാർക്കറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ഇത് സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഏതാണോ സിമ്പിൾ അതിന് നമുക്ക് എന്താണ് ഇതേപോലെ സാലറിയും കിട്ടണം. അതൊരിക്കലും പോസിബിൾ അല്ല. അല്ല, ഞാനടക്കം ഞാൻ CAക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാറ് CMA ഇന്റർന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഞാൻ CA ഇന്റർനും സാറ് CMA ഇന്റർനും അന്ന് ഇത്ര വലിയൊരു ചാർക്ക് ഉണ്ടാവും. അതായത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത മുഴുവൻ ആൻസർ ഷീറ്റുകൾ സാറിന് ശീലുണ്ടായിരുന്നു. മുഴുവൻ ഒരു ചാർക്കിലാക്കി വെക്കായിരുന്നു, ഒരു സ്ഥലത്ത് എടുത്ത് വെക്കായിരുന്നു. ഒരു ചാർക്ക് നിറയെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? CMA ഇന്റർ ആയാലും CMA ഫൈനൽ ആയാലും ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ അവിടെ കൊടുത്തോണ്ടാണ്.
അല്ലാതെ ഒരിക്കലും വളരെ ഈസി ആയിട്ട് CMA ഇന്റർ പാസ്സാവാന്നുള്ള ലെവലിൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കേട്ട് വരുന്ന ഒരു കുട്ടികളുടെ മൈൻഡ് സെറ്റ് മാറുന്നതും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സീരീസിൽ എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു സൈക്കോളജിക്കൽ തിങ്കിങ്, അതായത് CA ടഫ് ആയതുകൊണ്ട് CMA എടുത്തു, ഇങ്ങനെ വന്ന ഒരു കുട്ടികളെ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും, CMA ഇന്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, CMA ഇന്റർ പാസ്സാവാൻ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ആ സബ്ജക്റ്റിൽ എങ്ങനെ സ്കോർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് CMA ഇന്റർ ക്ലിയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പൊ നിർബന്ധമായിട്ടും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ CMA ജേർണിയിൽ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് സ്റ്റുഡൻസ് CMA ഒക്കെ പഠിക്കുന്നുണ്ട്. ഇവർ അറിയാതെ പോകുന്ന കിട്ടേണ്ട ഗൈഡൻസ്, അവർക്ക് കിട്ടേണ്ട സപ്പോർട്ട്, ഇതൊന്നും അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവർ പാസ്സാവാത്തത്. അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, സ്റ്റാറ്റസ് പങ്കുവെക്കണം, ഗ്രൂപ്പുകളിൽ പങ്കുവെക്കണം. നല്ലൊരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. വരുന്ന CMA എക്സാമുകളിൽ ഈ CMA നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്ട്രോങ് ആവാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.